Dear students, which of the following is included in the classical triad of Wiskott-Aldrich syndrome? Options: eczema, diarrhea, vertigo, polycythemia. തീർച്ചയായിട്ടും ഇതെന്താണെന്ന് അറിയണം. ഇത് ഒരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ബി സെല്ല്, ടി സെല്ല് ഈ പറയുന്ന സെല്ലുകൾ അവൈലബിൾ ആണ്, അത് പൂർണ്ണമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ത്രോംബോസൈറ്റോപീനിയ, പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്നു. തീർച്ചയായിട്ടും ബ്ലീഡിങ് പ്രോബ്ലംസ് ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഓർത്തു വെക്കാൻ വേണ്ടി, ഈ ക്ലാസിക്കൽ ട്രയാഡ് ഓർത്തു വെക്കാൻ വേണ്ടിയുള്ള ഒരു ന്യൂമോണിക്സ് ആണ് ആദ്യം പറയുന്നത്. പെറ്റ് എന്നാലോചിക്കുക, PET. പി മീൻസ് പൈറോജനിക് ഇൻഫെക്ഷൻ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഉയരുന്ന, ബോഡി ടെമ്പറേച്ചർ ഉയരുന്ന തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരും. ഇ മീൻസ് എക്സീമയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ ഇച്ചിങ് ആണ്. ദെൻ ടി മീൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ത്രോംബോസൈറ്റോപീനിയാണ്. ഇവിടെ ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് എക്സീമയാണ്. ഓക്കെ, ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് വേണമെങ്കിൽ അല്ലാതെ ഒരു രീതിയിൽ ഓർക്കാം. വിസ്കോട്ട് എന്നുള്ളത് ഹോട്ട് എന്നാലോചിക്കുക, ടെമ്പറേച്ചർ ഉയരുന്നു എന്നാലോചിക്കുക. ആൾഡ്രിച്ച് എന്നുള്ളത് ഇച്ച് എന്നാലോചിക്കുക. സിൻഡ്രം എന്നുള്ളത് ത്രോംബോസൈറ്റോപീനിയ എന്നാലോചിക്കുക. ഈ രീതിയിൽ വേണമെങ്കിലും ഇത് ഓർത്തു വെക്കാവുന്നതാണ്. ഓക്കെ.